ഉത്തരം. ഗിന്നസ് വേൾഡ് റെക്കോർഡുമായി തിരുവനന്തപുരത്ത് നിന്ന് ഒരു +2 വിദ്യാർത്ഥി. തിരുവനന്തപുരം കഴക്കൂട്ടം സ്വദേശിയും +2 വിദ്യാർത്ഥിയുമായ ആദർശാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. നിലവിൽ ഗിന്നസ് റെക്കോർഡ് നേട്ടം കൈവരിക്കുന്ന സംസ്ഥാനത്തെ പ്രായം കുറഞ്ഞയാളാണ് ആദർശ്. സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് ആഗ്രഹ് എന്ന് പറയുന്നൊരു സംഘടന കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ സംസ്ഥാന സെക്രട്ടറിയാണ് ഞാൻ. സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സത്താർ ആദൂർ, കോർഡിനേറ്റർ ഗിന്നസ് അശ്വിൻ, കൂടാതെ 2 ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സോട് നമ്മുടെ കൂടെയുണ്ട്. ഗിന്നസ് ശിവപ്രമോദ് തിരുവനന്തപുരംകാരനാണ്. പിന്നെ ശ്രീരാജ് മാർത്താണ്ഡം സ്വദേശിയാണ്, മലയാളിയാണ്. അങ്ങനെ ഞങ്ങൾ 5 ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സാണ് വന്നത്. ഇപ്പോൾ ഗിന്നസ് കിട്ടുന്ന ആൾക്കാർക്ക് സംഘടന വഴിയാണ് സർട്ടിഫിക്കറ്റുകൾ ഔദ്യോഗികമായി ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ സത്താർ ആദൂർ നിങ്ങളോട് വിശദീകരിക്കും. ഗുഡ് മോർണിംഗ്. കഴക്കൂട്ടം സ്വദേശിയായ ആദർശ് ചെമ്മഴന്തി SN ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. കേരളത്തിലെ ഇതുവരെ 62 പേർക്കാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ലഭിച്ചിട്ടുള്ളത്. 63ാമനായിട്ടാണ് ആദർശ്, തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ആദർശ് ഇതിലേക്ക് കടന്നു വരുന്നത്. നിലവിൽ തിരുവനന്തപുരം ജില്ലയിലെ 7 പേർക്കാണ് ഗിന്നസ് ലഭിച്ചിരുന്നത്. 8ാമനായിട്ടാണ് ആദർശ് വരുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് ഹോൾഡറായി ആദർശ് മാറുകയാണ്. കഴിഞ്ഞ ഡിസംബർ 27-നാണ് ആദർശിൻ്റെ ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് നടന്നത്. ഇരു കൈകളുടെയും ചെറുവിരൽ ഉപയോഗിച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് ഫാസ്റ്റസ്റ്റ് ടൈം ടു ടൈപ്പ് ദ ആൽഫബറ്റ് വിത്ത് ലിറ്റിൽ ഫിംഗേഴ്സ് എന്ന കാറ്റഗറിയിലാണ് ആദർശ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കിയത്. 6 സെക്കൻഡും 90 മില്ലി സെക്കൻഡും സമയം കൊണ്ട് മഹാരാഷ്ട്ര ബോംബെ സ്വദേശി ഇളവരശൻ സ്ഥാപിച്ച റെക്കോർഡാണ് 5.70 സെക്കൻഡ് സമയം കൊണ്ട് ആദർശ് തിരുത്തിക്കുറിച്ച് പുതിയ ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിച്ചത്. സ്റ്റുവാർഡായിട്ട് അതിൻ്റെ അഡ്ജൂഡിക്കേറ്ററായിട്ട് പ്രവർത്തിച്ചത് കേരളത്തിൽ നിന്ന് 34 പേർക്കും അന്യ സംസ്ഥാനക്കാരായ 6 പേരെയും ഗിന്നസിലേക്ക് എത്തിച്ച ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫ് സാറാണ്. അദ്ദേഹം അതിൻ്റെ ഡീറ്റെയിൽസ്, എങ്ങനെയാണ് ഈ റെക്കോർഡിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഏകോപിപ്പിച്ചത്, ആ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയുന്നതാണ്. അതിനെ സുനിൽ സാറിന് നമുക്കെല്ലാം ഒരു മിഥ്യാധാരണയുണ്ട്. ഗിന്നസ് റെക്കോർഡ് കിട്ടുക എന്ന് പറയുന്നത് വിദേശികൾക്കും അല്ലെങ്കിൽ സായിപ്പുമാർക്കും മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. പക്ഷേ 2012-ലാണ് എനിക്ക് ഗിന്നസ് കിട്ടുന്നത്. ഞാൻ 9ാമനായിട്ടാണ് കേരളത്തിൽ നിന്ന് ഗിന്നസ് റെക്കോർഡിലേക്ക് വന്നത്. അതിനുശേഷം ഒരു 13 പേര് ആയിക്കഴിഞ്ഞപ്പോൾ ഗിന്നസ് പക്രുവിൻ്റെ നേതൃത്വത്തിൽ, പക്രുജിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ ഒരു സംഘടന ഫോം ചെയ്തു. ആഗ്രഹ്, ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് ഓഫ് കേരള. ഞങ്ങളുടെ ഉദ്ദേശം ഇതായിരുന്നു: കഴിവുള്ള ആൾക്കാരെ അവരുടെ മറ്റ് യാതൊരുവിധ ബാക്ക്ഗ്രൗണ്ടും നോക്കാതെ അവരെ ഗിന്നസിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു വലിയൊരു ലക്ഷ്യമായിരുന്നു ഞങ്ങൾ മുന്നിൽ വെച്ചിരുന്നത്. 2025 ആകുമ്പം കേരളത്തിൽ നിന്ന് 100 ഗിന്നസ് റെക്കോർഡുകാരെ നിർമ്മിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതിപ്പോൾ 63 പേരിലേക്ക് എത്തി നിൽക്കുന്നു. ആദ്യത്തെ ഗിന്നസ് റെക്കോർഡ് ഹോൾഡർ നമ്മുടെ പ്രിയങ്കരനായ ശ്രീ പ്രേം നസീർ സാറായിരുന്നു. ഇപ്പം 63ാമനായിട്ട് 64ാമനായിട്ട് ഇപ്പോൾ നമ്മുടെ ആദർശ് തിരുവനന്തപുരത്ത് തന്നെ എത്തിയിരിക്കുന്നു. 5 പേര് വെയിറ്റിങ്ങിൽ നിൽക്കുന്നു. എല്ലാവർക്കും ഉള്ളൊരു സംശയം, ഗിന്നസിലേക്ക് എത്താനായിട്ട് ധാരാളം പണം മുടക്കണം എന്നൊക്കെ പറഞ്ഞ് മിസ്ലീഡ് ചെയ്യുന്നുണ്ട് പലരും. എന്നാൽ വ്യക്തിഗത ഇനത്തിൽ ഗിന്നസിലേക്ക് എത്താനായിട്ട് പണമൊന്നും മുടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾക്ക് സ്റ്റാൻഡേർഡ് ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ 3 മാസം കാത്തിരിക്കുക. അവരുടെ ക്രൈറ്റീരിയ, അവരുടെ കാറ്റഗറി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗിന്നസിലേക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ ഇവരുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കുറച്ച് കട്ടിയുള്ളതാണ്. എല്ലാവർക്കും അത്ര ഈസി ആയിട്ട് എടുത്ത് പറ്റുന്ന കാര്യമല്ല. പക്ഷേ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റും. ആദർശ് ഏകദേശം 1.5 വർഷത്തോളം ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ആദർശ് ഗിന്നസിലേക്ക് എത്താൻ സാധിച്ചത്. എൻ്റെ ഇടതുവശത്തിരിക്കുന്ന അശ്വിൻ ഒരു വിരലിൽ 3 മണിക്കൂർ നേരം പ്ലേറ്റ് കറക്കിയാണ് ഗിന്നസിൽ വന്നത്. ഏകദേശം 2.5 മണിക്കൂർ നേരത്തെ 2.5 വർഷത്തെ പ്രയത്നത്തിന് ഒടുവിലാണ് അദ്ദേഹത്തിന് ഗിന്നസിലേക്ക് പറ്റാൻ പറ്റിയത്. ശ്രീ സത്താർ ആദൂർ, ഞങ്ങളുടെ പ്രസിഡന്റ്, സത്താറിന്
ഏറ്റവും ചെറിയ 1 സെൻറ്റിമീറ്റർ തൊട്ട് 7 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള പുസ്തകങ്ങളുടെ കളക്ഷനായിരുന്നു. 3500ഓളം പുസ്തകങ്ങൾ കളക്ട് ചെയ്ത് സ്വന്തമായി എഴുതി വിവിധ ഭാഷകളിലുള്ള പുസ്തകങ്ങൾ എഴുതിയാണ് അദ്ദേഹം ഗിന്നസിലേക്ക് വന്നത്. എൻ്റെ ഗിന്നസ്, ഞാൻ ലോകത്തിലുള്ള 245 രാജ്യങ്ങളിൽ നിന്നുള്ള ടെലഫോൺ കാർഡുകൾ ശേഖരിച്ചു. 17 വർഷക്കാലത്തെ പ്രയത്നമായിരുന്നു. യുണൈറ്റഡ് നേഷൻസ് അംഗീകരിച്ച 195 രാജ്യങ്ങളാണുള്ളത്. കുറേ രാജ്യങ്ങളൊന്നും ഇപ്പോൾ രാജ്യങ്ങളുടെ പട്ടികയിലില്ല. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കൺട്രീസ് അങ്ങനെയുള്ള 245ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള ഫോൺ കാർഡുകളുടെ ശേഖരം. നമ്മുടെ ബാക്കിൽ ഒരു ശിവപ്രമോദ്, ഈ നാട്ടുകാരനാണ്, തിരുവനന്തപുരം കാണുന്ന അദ്ദേഹം നക്കിൾ പുഷപ്സിലാണ് കിട്ടിയത്. ശ്രീരാജ് 1,00,000ഓളം തീപ്പെട്ടി കൊള്ളികൾ കൊണ്ട് ചാർലി ചപ്ലിൻ്റെ പടം അത് വരച്ചെടുത്തതിനാണ് ശ്രീരാജിന് റെക്കോർഡ് കിട്ടിയത്. കേരളത്തിൽ നിന്ന് ഇതുവരെ 63 പേരുള്ളതിൽ 33 പേരും അവരെ ഗിന്നസിലേക്ക് പോകാനായിട്ട് സഹായിച്ച ഒരു എളിയ വ്യക്തിത്വമാണ് ഞാൻ. ഔട്ട്സൈഡ് കേരള ഒരു 6 പേരുണ്ട്. ഇപ്പം 4 പേര് ഗിന്നസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇതിനെക്കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ളത്. ഇപ്പം നിങ്ങളുടെ എല്ലാവരുടെ അനുവാദത്തോടു കൂടി നമുക്ക് ഇനിയിപ്പോൾ കൊടുത്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കേണ്ട ഒരു മറുപടി പ്രസംഗമായിട്ട് അത് വളരെ ബ്രീഫായിട്ട് ചെയ്യും. അതുകൊണ്ട് സർട്ടിഫിക്കറ്റ് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് ശ്രീ സത്താർ ആദൂറിനെയും പ്രസിഡന്റിനെയും മറ്റു 2 ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് ഉണ്ട്. അവരോട് പ്ലീസ് കം ടു ദ സ്റ്റേജ് ആൻഡ് വി ക്യാൻ ഹാൻഡ് ഓവർ ദ സർട്ടിഫിക്കറ്റ്. ഓൾ ഗിന്നസ് റെക്കോർഡ് ഹോൾഡേഴ്സ് സംസ്ഥാന പ്രസിഡന്റ് ഗിന്നസ് സത്താർ ആദൂർ, സെക്രട്ടറി ഗിന്നസ് സുനിൽ ജോസഫ് എന്നിവർ പ്രസ് ക്ലബ്ബിൽ ചേർന്ന പത്രസമ്മേളനത്തിൽ ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കൈമാറി. കോർഡിനേറ്റർ ഗിന്നസ് അശ്വിൻ വാഴുവേലിൽ പ്രസ് മീറ്റിൽ പങ്കെടുത്തു. കേരളത്തിൽ നിന്നുള്ള 63ാമത്തെയാളും തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള 8ാമത്തെയാളുമാണ് ആദർശ് എന്ന് ഗിന്നസ് സത്താർ ആദൂർ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ആദർശ് എന്നാണ്. അപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടി. ഞാൻ അറൗണ്ട് 1 വർഷം വേണ്ടി വന്നു നമുക്കത് പ്രാക്ടീസ് ചെയ്യണം. അവർക്കത് അയച്ചു കൊടുത്തു. അറ്റംപ്റ്റ് ചെയ്തു. 2022 ഡിസംബർ 27 അറ്റംപ്റ്റ് ചെയ്തത്. ഈ വർഷം മെയ് 3 അറ്റംപ്റ്റ്, അതായത് കിട്ടി എന്ന് പറഞ്ഞ് ഗിന്നസിൻ്റെ സൈഡിൽ നിന്നൊരു മെയിൽ വരുന്നത്. അതുപോലെ തന്നെ ഗിന്നസ് എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും ഒറ്റയ്ക്ക് അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എടുക്കാൻ പറ്റുമെന്ന് വരില്ല. പേഴ്സണലായിട്ട് നമ്മൾ ഒറ്റയ്ക്ക് അതിനുവേണ്ടി നമ്മൾ മാത്രമായിട്ട് നിന്ന് കഴിഞ്ഞാൽ നടക്കില്ല. അങ്ങനെയാണ് ഞാൻ അശ്വിൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യുന്നത്. അശ്വിൻ ചേട്ടൻ വഴിയാണ് ഞാൻ സുനിൽ സാറുമായിട്ട് കോൺടാക്ട് ചെയ്തു. ഞാൻ ഇടുക്കി പീരിമേഡ് വെച്ചിട്ടാണ് അറ്റംപ്റ്റ് ചെയ്തത്. അപ്പം അതിൽ തന്നെ ഏറ്റവും പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷ് ചേട്ടൻ, അതായത് എനിക്ക് വീഡിയോ എടുത്തു തന്നത് അനീഷ് ചേട്ടനാണ്. അപ്പം കുറച്ച് സമയം എടുത്താണ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തത്. അറ്റംപ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും പിങ്കി ഫിംഗർ വെച്ച് ചെറുവിരൽ വെച്ചിട്ട് 5 സെക്കൻഡ് 7.70 മില്ലി സെക്കൻഡ് കൊണ്ട് A to Z ആൽഫബറ്റ്സ് സ്പേസ് ഇട്ട് ടൈപ്പ് ചെയ്തതിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയിരിക്കുന്നത്. അപ്പം എന്തായാലും ഓൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഹോൾഡേഴ്സിൻ്റെ അസോസിയേഷൻ അവരുടെ സൈഡിൽ നിന്നാണ് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒരിക്കലും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഗിന്നസ് കിട്ടണമെന്നില്ല. സുനിൽ സാറൊക്കെ നല്ല രീതിക്ക് നിന്നിട്ടാണ് നമുക്ക് ഗിന്നസ് ആ ഒരു ഇത് കിട്ടിയത്. ഒരുപാട് പേപ്പർ വർക്ക്സ് ഉണ്ട്. നമുക്ക് ഒരിക്കലും വീഡിയോ എടുത്ത് അയച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. ഒരുപാട് പേപ്പർ വർക്ക്സുകൾ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഗിന്നസ് കിട്ടുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് വേറെ റെക്കോർഡ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അറൗണ്ട് മുമ്പൊരു റെക്കോർഡ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ മാർഷൽ ആർട്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു 10 വർഷമായിട്ട് മാർഷൽ ആർട്സ് ചെയ്യുന്നുണ്ട്. ഇന്നിപ്പം അതിൻ്റെതായ ക്ലാസ്സും ഉണ്ട്. അന്ന് ഞാൻ ചെയ്ത റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈപ്പ് ചെയ്തുകൊണ്ട് നിഞ്ചക്ക് സ്പിൻ ചെയ്യുകയായിരുന്നു. നിഞ്ചക്ക് എന്ന് പറയുമ്പോൾ മാർഷൽ ആർട്സിൻ്റെ വെപ്പണാണ്. അപ്പം ഗിന്നസിലോട്ട് അത് അയച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞു അങ്ങനെ ഒരു കാറ്റഗറി അവരുടെ ലിസ്റ്റിലില്ല. അങ്ങനെയാണ് ഞാൻ രണ്ടായിട്ട് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തത്. അപ്പോൾ ടൈപ്പിംഗ് ഒരു ഇവൻറ്റും അടുത്തത് ഒരു റെക്കോർഡ് ഇപ്പം അയച്ചിട്ടുണ്ട്. അവരുടെ ഗൈഡ് ലൈൻസ് വന്നിട്ടുണ്ട്. ഉടനെ തന്നെ മാർഷൽ ആർട്സിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അത് നിഞ്ചക്ക് വെച്ചിട്ടാണ്. അപ്പം ഇത് രണ്ടും സ്പ്ലിറ്റ് ചെയ്താണ് ഇപ്പോൾ ചെയ്തത്. അതായത് ഇപ്പം ടൈപ്പിങ്ങിന് ഒരെണ്ണം ചെയ്തു. അടുത്ത ഇനി മാർഷൽ ആർട്സിൻ്റെ ഒരു റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നിർത്താം അല്ലേ? ഓക്കെ, താങ്ക് യു.